سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ സ്വകാര്യ സന്ദർഭങ്ങളിലും പരസ്യ മേഖലകളിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമ്മെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, കൺകുളിർമ നൽകുന്ന മക്കൾ, കണ്ണിന്, മനസ്സിന്, ഹൃദയത്തിന് ആനന്ദവും സന്തോഷവും കുളിരും നൽകുന്ന മക്കൾ ഉണ്ടാവണം, ഭാര്യ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്, അഭിലഷിക്കുന്നവരാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും. അതായത് നമ്മുടെ മക്കളെ കാണുന്ന സന്ദർഭത്തിൽ കണ്ണിന് സന്തോഷവും ആശ്വാസവും ലഭിക്കുക എന്നുള്ളത് ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമാണ്. അതുപോലെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന സ്വാലിഹീങ്ങളായിട്ടുള്ള മക്കൾ ഉണ്ടാവുക എന്നുള്ളത്, നമ്മുടെ ഭാര്യമാര് നമ്മുടെ കൂടെ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത്, അവർ നമുക്ക് കൺകുളിർമ നൽകുന്ന അവസ്ഥയിലെത്തുക എന്നുള്ളത്, സഹോദരങ്ങളെ, നമ്മൾ അങ്ങേറ്റം ആഗ്രഹിക്കുന്ന കാര്യമാണ്, ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുർഖാനിൽ ഇബാദുർ റഹ്മാൻ എന്നുള്ള ശീർഷകത്തിൽ അള്ളാഹുവിന്റെ ദാസന്മാരുടെ സവിശേഷതകൾ വിശദീകരിച്ചെടുത്ത് കാണാൻ പറ്റുന്ന ഒരു സൂക്തമാണ് ഞാൻ ഓതിക്കേൾപ്പിച്ചത്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അള്ളാഹിന്റെ ദാസന്മാര് സാധാരണഗതിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്: വല്ലദീന യഖൂലൂൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അവരിപ്രകാരം പറയും, അല്ലെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കും, വിശ്വാസികളായ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹിന്റെ ദാസന്മാര് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്: ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങളുടെ സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ, മനസ്സന്തോഷം പ്രദാനം ചെയ്യണമേ, ഞങ്ങളെ ഭയഭക്തന്മാർക്ക് മാതൃകയാക്കുകയും ചെയ്യണമേ. ഒരു റോൾ മോഡലാക്കാൻ വേണ്ടിയിട്ടാണ്, മാതൃകയാക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വാസി പ്രാർത്ഥിക്കുന്നത്. എന്നാൽ കൺകുളിർമ നൽകുന്ന സന്താനങ്ങളും ഭാര്യയും ഉണ്ടാവുക എന്നുള്ളത്
ആകസ്മികമായി സംഭവിക്കുന്ന കാര്യമല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം പ്രാർത്ഥന എന്നുള്ളത് തന്നെയാണ്. ഏതൊരു കാര്യവും നമുക്ക് പരിചയപ്പെടുത്തുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ് ഞാൻ ഓതിക്കേൾപ്പിച്ചത്. ഒന്നാമതായി പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇതൊരു പ്രാർത്ഥനയാണ്. ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അല്ലാഹു ഖലീലായിട്ട് അല്ലാഹുവിന്റെ സ്നേഹിതനായി തിരഞ്ഞെടുത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലുണ്ട്. സൂറത്ത് ഇബ്രാഹിം 41-ാമത്തെ വചനം, റബ്ബി ജഅൽനീ മുഖീമസ്സലാഹ് വമിൻ ദുർരിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് മാതൃകയാണ്. കാരണം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആ പ്രവാചകന്റെ മില്ലത്തിൽ അത് ഫോളോ ചെയ്യാൻ, അത് അനുധാവനം ചെയ്യാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? റബ്ബി ജഅൽനി, അല്ലാഹുവേ നീ എന്നെ ആക്കി തീർക്കണമേ, മുഖീമസ്വലാ, നമസ്കാരം നിലനിർത്തുന്ന ആളാക്കി മാറ്റണം. എപ്പോഴെങ്കിലും വന്നിട്ട് നിസ്കരിച്ചു പോവാന്നല്ല പറഞ്ഞത്. അഖീമിസ്വലാത ലിദിക്രി, എന്നെ സ്മരിക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തണം. ഇത് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ട പ്രാർത്ഥനയാണ്. റബ്ബി ജഅൽനി, അല്ലാഹുവേ നീ എന്നെ ആക്കണം, മുഖീമസ്വലാ, നമസ്കാരം നിലനിർത്തുന്നവൻ, വമിൻ ദുർരിയ്യതി, ഞാൻ മാത്രം നിസ്കരിച്ചാൽ പോരാ, എന്റെ സന്താനങ്ങളും എന്റെ സന്താന പരമ്പരയും നിസ്കാരം നിലനിർത്തുന്നവരാക്കി തീർക്കണമേ എന്ന് അള്ളാഹുവോട് നിരന്തരം നമ്മൾ ദുആ ചെയ്യണം. റബ്ബനാ വതഖബ്ബൽ ദുആ, അല്ലാഹുവേ നാഥാ രക്ഷിതാവേ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കുകയും ചെയ്യണമേ. അപ്പൊ പ്രാർത്ഥന എന്നുള്ളത് വലിയൊരു ആയുധമാണ്. തുടർന്ന് പ്രാർത്ഥിക്കാണ് റബ്ബനാ ഇഗ്ഫിർ ലീ വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. ഞങ്ങളുടെ റബ്ബേ, എനിക്ക് എന്റെ മാതാപിതാക്കൾക്കും, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വിചാരണവേളയിൽ അല്ലെങ്കിൽ വിചാരണ നിലവിൽ വരുന്ന ദിവസം നീ പുറത്തു തരണം. വളരെ ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥ വരുന്ന ദിവസം പടച്ചവനെ ഞങ്ങൾക്ക് നീ പുറത്തു തരണം, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വിചാരണവേളയിൽ നീ പുറത്തു തരണമെന്ന് ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അപ്പൊ കൺകുളിർമ നൽകുന്ന മക്കൾ നമുക്കുണ്ടാവണമെങ്കിൽ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് പ്രാർത്ഥനയാണ്. അത് നമ്മൾ ചെയ്യാറുണ്ടോ? പലപ്പോഴും മക്കളുടെ വിഷയത്തിൽ രക്ഷിതാക്കൾ പരാതിപ്പെടുന്നു, അല്ലെങ്കിൽ കൗൺസിലിങ്ങിനൊക്കെ വന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഓര് ചെയ്യേണ്ട കാര്യങ്ങൾ ഓര് ചെയ്യുന്നുണ്ടോ? ഇല്ല, ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒന്നതാണ്. രണ്ട്, ദീനീപരമായിട്ടുള്ള ശിക്ഷണം, തർബിയത്ത് നൽകുക എന്നുള്ളത്. ചെറിയ മക്കൾ വളർന്നു വരുമ്പോ നമ്മുടെ മക്കൾക്ക് ദീനീപരമായിട്ടുള്ള തർബിയത്ത് നൽകുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇദാ മാതൽ ഇൻസാൻ ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ് സദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സ്വാലിഹിൻ യദഉ ലഹു. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ, മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള ഹദീസാണ്, ഒരു മനുഷ്യൻ മരിച്ചിട്ടുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ ഒഴിച്ച് എല്ലാം ഒഴിഞ്ഞു പോകുന്നു, എല്ലാം അവസാനിക്കുകയാണ് സഹോദരന്മാരെ. 3 കാര്യങ്ങൾ ഒഴിച്ച് അതിലൊന്നാമത് പറഞ്ഞത് സദഖത്തുൻ ജാരിയാണ്. ജാരിയായിട്ടുള്ള സദഖ, നിലനിൽക്കുന്ന പള്ളിക്ക്, മദ്രസക്ക്, ഒരു കുടിവെള്ളത്തിനൊക്കെ നമ്മൾ കൊടുക്കുന്ന പണം ഉണ്ടല്ലോ, അത് നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാലും നിലനിൽക്കും. രണ്ടാമത് പഠിപ്പിച്ചത് ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന ഇൽമാണ്, ഉപകരിക്കുന്ന അറിവ് ഞങ്ങൾക്ക് മിമ്പറിൽ വെച്ച് പഠിപ്പിച്ചു തരുന്നു. അത് ഞാൻ മരണപ്പെട്ടാലും ഇൻഷാ അല്ലാഹ് ഇത് ഇത്തിബാഅ് ചെയ്യുന്ന ആളുകളുടെ കൂലി എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. മൂന്നാമതായി പറയുന്നത് വലദിൻ സ്വാലിഹി യദഉ ലഹു, അയാൾ മരണപ്പെട്ടാൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായിട്ടുള്ള നല്ല സന്താനം. ഇതാണ് മുറിഞ്ഞു പോകാത്ത കാര്യം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മാ നഹല വാലിദിൻ വലദഹു മിൻ നഹ്രിൻ അഫ്വല മിൻ അദബിൻ ഹസൻ.
തുർമുദി ബൈഹഖി ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള വചനം, ഒരു പിതാവിനും തന്റെ സന്തതിക്ക് നൽകുന്ന നല്ല ശിക്ഷണത്തെക്കാൾ മഹത്തായ ഒരു സമ്മാനം നൽകാൻ കഴിയുകയില്ല. നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ്, ഏറ്റവും നല്ല സമ്മാനം എന്ന് പറഞ്ഞത് തർബിയത്താണ്, അദബാണ്. അത് അദബിന്റെ വടി നീ നിർത്തിവെക്കരുത് എന്ന് ഹദീസിൽ കാണാൻ പറ്റും. അത് നമ്മൾ ബോധപൂർവം ചെയ്യണം. എന്തൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ടത്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ് പഠിപ്പിക്കണം. അല്ലാഹുവെ സംബന്ധിച്ച് ഏകദൈവ വിശ്വാസം, അല്ലാഹു മാത്രമാണ് എല്ലാം നിരീക്ഷിക്കുന്നത്, അല്ലാഹു മാത്രമാണ് സിത്താവ്, അല്ലാഹു മാത്രമാണ് രക്ഷകൻ, അല്ലാഹു മാത്രമാണ് ആരാധ്യൻ. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ശരിയായ അവബോധം ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു രക്ഷിതാവിന്റെ ഉത്തരവാദിത്തമാണ്. ചെറുപ്പത്തിൽ തന്നെ അള്ളാഹിനെ സംബന്ധിച്ചുള്ള ഇൽമ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അള്ളാഹിന്റെ കൽപ്പനകൾ, അള്ളാഹുവിന്റെ നിരോധങ്ങൾ, അത് ചെയ്യണം, ഇത് ചെയ്യരുത്. ചൈൽഡ്ഹുഡ് മുതൽ തുടങ്ങണത്. നിസ്കാരം പരിശീലിപ്പിക്കണം. ചെറിയ മക്കൾക്ക് നിസ്കാരത്തിന്റെ ഇമ്പോർട്ടൻസ് 7 വയസ്സ് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കണം. അൽമുസ്സബിയ അസ്വലാ ഇബ്നു 7 സിനീൻ വളിബൂഹു അലൈഹ ഇബ്ന 10 സിനീൻ. ഹദീസിൽ എന്താ പറയുന്നത്? 7 വയസ്സ് മുതൽ തുടങ്ങണം, 7 വയസ്സ് മുതൽ കൽപ്പിക്കണം, 10 വയസ്സ് മുതൽ താക്കീത് നൽകണം. അവിടെ അടിക്കാന്ന് പറഞ്ഞാൽ മാരകമായ അടി കൊടുക്കാന്നുള്ളതല്ല, അവനെ ബോധ്യപ്പെടുത്തണം നിസ്കാരത്തിന്റെ ഇമ്പോർട്ടൻസ്. ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മുസ്ലിമല്ല. ഒരു മുസ്ലിമും കാഫിറും തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം എന്ന് പറഞ്ഞത് നിസ്കാരം ഉപേക്ഷിക്കലാണ്. പിന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഹലാൽ എന്താണ്, ഹറാം എന്താണ് പഠിപ്പിച്ചു കൊടുക്കണം. ഹലാലായ ഭക്ഷണം കഴിക്കണം, ഹറാമ് തിന്നരുത്, ഹറാമ് സംസാരിക്കരുത്. ഇത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. മൂന്നാമതായിട്ട് സഹോദരന്മാരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല റോൾ മോഡൽ, ഹസനത്തുൻ ഉസ്വത്തുൻ ഹസന. നമ്മൾ പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ കുട്ടികൾ ഇത്തിബാഅ് ചെയ്യുള്ളൂ. നമ്മളാണ് നമ്മുടെ കുട്ടികളുടെ ഏറ്റവും നല്ല മാതൃക. പ്രവർത്തികളിൽ മാതൃക കാണിക്കാൻ സാധിക്കണം. പറഞ്ഞാ പോരാ. ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്യാത്ത കാര്യം എന്തിനാണ് മൂപ്പന്മാരെ നിങ്ങൾ പറയുന്നത്? അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെടണം. നമ്മൾ നമസ്കരിക്കുന്നത്, ഖുർആൻ പാരായണം ചെയ്യുന്നത്, സത്യസന്ധത ജീവിതത്തിൽ പുലർത്തുന്നത്, ജനങ്ങളുമായിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നത്, സഹകരിക്കുന്നത്, സമ്പർക്കം പുലർത്തുന്നത്, ദാനധർമ്മം നിർവഹിക്കുന്നത്, അയൽവാസികളോട് ഏറ്റവും നല്ല ബന്ധം സ്ഥാപിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. സഹോദരന്മാരെ, നീതിയും തുല്യതയും കാത്തു സൂക്ഷിക്കണം. നമുക്ക് 3-4 മക്കളുണ്ടെങ്കിൽ മക്കൾക്കിടയിൽ നീതി പാലിക്കണം. കൺകുളിർമ കിട്ടാനുള്ള വഴിയാണ് ഈ പറഞ്ഞത്. അവരോട് നീതി കാണിക്കണം, വിവേചനം കാണിക്കാൻ പാടില്ല. ആൺകുട്ടികളോട് പ്രത്യേകമായിട്ടുള്ള മമത, പെൺകുട്ടികളോട് ഒരു വേർതിരിവ്, അല്ലെങ്കിൽ പെൺകുട്ടികളോട് പ്രത്യേകമായിട്ടുള്ള ഒരു ഇഷ്ടം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. സ്നേഹവും വാത്സല്യവും മക്കൾക്കിടയിൽ നീതിപൂർവം കാണിക്കാൻ പരമാവധി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. സ്നേഹം എന്നുള്ളത് പ്രകടിപ്പിക്കാനുള്ളതാണ്, കരുണ എന്നുള്ളത് പ്രകടിപ്പിക്കാനുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യാണ്, ജാഅ അറബിയ്യുൻ ഇലാ റസൂലില്ലാഹ്. ഒരിക്കലും ഒരു കാട്ടറബി, പരിഷ്കൃതനല്ലാത്ത ഒരു അറബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിക്ക് വരികയാണ്. ഫഖാല അതുഖബ്ബിലൂന അസ്ബിയാൻ. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്, താങ്കൾ കുട്ടികളെ ചുംബിക്കാറുണ്ടോ? കുട്ടികളെ കിസ് ചെയ്യാറുണ്ടോ? ഫമാ തുഖല്ലിബുഹും. നമ്മളത് ചെയ്യല്ല. മക്കൾ പറയുന്നുണ്ട്, പക്ഷേ കിസ് ചെയ്യാറില്ല, ടച്ച് ചെയ്യാറില്ല. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ അയാളോട് പറയാണ്, ഫഖാല നബിയു അവ അംലികു അൻ നദഅ അല്ലാഹു മിൻ ഖൽബിക റഹ്മ മുത്തഫഖുൻ അലൈഹി. നിന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു കാരുണ്യം, നിന്റെ മനസ്സിൽ നിന്ന് അല്ലാഹു കാരുണ്യം നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻകൈലെന്താ ചെയ്യാൻ പറ്റുക? ഹൃദയത്തിൽ കരുണ വറ്റാത്ത ആളുടെ അടയാളമാണ് കുട്ടികളെ കിട്ടിയാൽ ലാളിക്കുക, കൊഞ്ചിക്കുക, താലോടുക എന്നൊക്കെ പറഞ്ഞത്. അത് നമ്മളെ മക്കൾക്ക് ചെയ്യണം. അവർക്കൊരു ഹങ്കർ ഉണ്ട്, അവർക്കൊരു വിശപ്പുണ്ട്. ടച്ച് ചെയ്യാന്നുള്ള ഒരു ഹങ്കറാണ് സൈക്കോളജിക്കലി പറയുന്നത്. കുട്ടികളെ ഉമ്മ വെക്കുക, ഹഗ് ചെയ്യുക, പോസിറ്റീവ് എനർജി കൊടുക്കുന്ന കാര്യമാണ്.
നമ്മളെ മക്കളെ നമ്മളെ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മുടെ ക്വാളിറ്റി ടൈം നമ്മുടെ മക്കളെ കൂടെ ചെലവഴിക്കാൻ പ്രിയപ്പെട്ടവരെ പോരാ, ക്ഷമയോടുകൂടി ഇടപെടാൻ സാധിക്കണം. മക്കളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ന്യൂനതകളുണ്ടാകും. ഇപ്പൊ ഈ അടുത്ത് രക്ഷിതാവ് ഫോൺ വിളിച്ച് പറയാണ്, ഉമ്മയാണ് എന്നെ വിളിച്ചത്. എന്താ വിളിച്ചത്? മകൻ ഒരു എഫ്ഐആറിൽ പെട്ടു, വാപ്പോനെ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട്. ഈ പ്രായത്തിൽ കൗമാരത്തിൽ പെണ്ണും ആണും ഇത്തരത്തിലുള്ള പ്രണയങ്ങളിലേക്ക് ചേക്കേറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ ഓനെ പോയി അടിച്ചിട്ടോ ഓളെ പോയി അടിച്ചിട്ടോ കാര്യമില്ല. ഏറ്റവും നല്ല രൂപത്തിൽ കുട്ടികളോട് പെരുമാറാൻ നമുക്ക് സാധിക്കണം. കുട്ടികളുടെ തെറ്റുകളും കുസൃതികളും ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യുക, ദേഷ്യപ്പെടാതെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊക്കെ മൂക്കിന്റെ അറ്റത്ത് ദേഷ്യമാണ്, നമുക്കൊക്കെ ദേഷ്യമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ വഴിതെറ്റുന്നു. കാരണം ദീനെന്താന്നുള്ള കുട്ടിയൊക്കെ അറിയില്ല. അവര് വലിയ തെറ്റുകളിലേക്ക് പോവാണ്. ഇൻസ്റ്റാഗ്രാം എന്ന സംവിധാനം വന്നതോടുകൂടി മക്കൾ തെറ്റ് ചെയ്യുന്നതിൽ ഒരു അമാന്ത് കാണിക്കില്ല. ഒക്കെ പോസിബിളാണ്, എല്ലാം പെർമിസിബിളാണ്. അത്രത്തോളം ലൈസൻസ് കിട്ടിയ കാലഘട്ടത്തിലാ മക്കൾ. നമ്മളുടെ ചെറുപ്പകാലത്തൊക്കെ ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ വളരെ ഈസിയായിട്ട് കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ന്യൂ ജനറേഷനിൽപ്പെട്ട കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാൻ പ്രിയപ്പെട്ടവരൊക്കെ നമുക്ക് സാധിക്കണം. പോരാ, കുട്ടികൾ കൺകുളിർമ നൽകണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ല ഒരു മാഹൗൽ ഉണ്ടാക്കണം, നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. ഒരിക്കലും നമ്മൾ ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹലാലായിട്ടുള്ള വരുമാനം ഉപയോഗിച്ചുകൊണ്ട് മാത്രം മക്കളെ വളർത്തുക ഏറ്റവും പ്രധാനമാണ്. ഹറാമ് സമ്പാദിക്കാൻ പാടില്ല. മറ്റൊന്ന്, വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഇഷ്ടം തോന്നണം. ഇപ്പൊ ചില കുട്ടികൾ പറയണം, ഞാൻ വീട്ടിൽ നിൽക്കില്ല, കാരണം ഉമ്മന്റെ ഇപ്പന്റെ ഈ കോറല് കണ്ടിട്ട്, കലവില കണ്ടിട്ട്, കലഹം കണ്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാനാണ് തോന്നുന്നത്. ഒരു തമ്മിൽ ഏതു നേരവും കച്ചറയാണ്. പ്രിയപ്പെട്ടവരെ, വീട്ടിൽ ശാന്തമായ അന്തരീക്ഷം വേണം, ചിട്ട വേണം, വെടിപ്പ് വേണം, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. പലപ്പോഴും ഈ മിമ്പറിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ലാ തജഅലു ബുയൂതകും മഖാബിർ ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്ത് അല്ലതി തുഖ്റഹു ഫീ സൂറത്തുൽ ബഖറ. ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. വീട്ടിൽ നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. മുഴുവൻ പാരായണം ചെയ്യണമെന്നല്ല പറഞ്ഞത്. അതിൽ നിന്ന് അല്പമെങ്കിലും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ കുടിയിരിക്കും. അല്ലെങ്കിൽ പിശാച ഉണ്ടാവുക. ഇപ്പൊ 24 മണിക്കൂറും തോണ്ടാനാണ് നമുക്ക് സൗകര്യം. ഈ തോണ്ടുമ്പോ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യമല്ല തോണ്ടുന്നത്. അതുകൊണ്ട് ദീനീപരമായിട്ടുള്ള ചർച്ചകൾ ബോധപൂർവ്വം നമ്മളെ വീട്ടിലുണ്ടാക്കാൻ നമ്മൾ രക്ഷിതാക്കൾ ഉമ്മയും ഉപ്പയും മെനക്കെടണം. അതുപോലെ പ്രിയപ്പെട്ടവരെ, മക്കളുടെ കായികവും ഭൗതികവുമായിട്ടുള്ള കരുത്ത് ഇമ്പോർട്ടന്റ് ആണ്. ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികൾ വളർന്നു വരുമ്പോ അവർക്ക് മാനസികാരോഗ്യമുണ്ടോ, ശാരീരികാരോഗ്യമുണ്ടോ? ഉമ്മന്റെയും ഉപ്പന്റെയും ഡ്യൂട്ടിയാണ്. അവരുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. രോഗം വരുമ്പോ ഹോസ്പിറ്റലിൽ ഓടിയാൽ പോരെ. രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ, കൃത്യമായ ഭക്ഷണം, പ്രത്യേകിച്ചും ഫാസ്റ്റ് ഫുഡ് കൾച്ചറിലാണ് ഇന്ന് മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ ചോദിക്കുന്നത് മുഴുവൻ രക്ഷിതാക്കൾ വാങ്ങിക്കൊടുക്കുകയാണ്. പറ്റില്ല. കുട്ടികളുടെ ബുദ്ധിപരമായ വികാസത്തിന് ഉപകരിക്കുന്ന നല്ല ഫുഡ്, അതിന് വലിയ വില ഒന്നും ചിലപ്പോൾ കൊടുക്കേണ്ടി വരില്ല. നമ്മളെ പറമ്പിലുണ്ടാകുന്ന സാധനങ്ങളായിരിക്കും അതിന് വേണ്ടത്. പക്ഷേ അതിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ കൊണ്ടുപോകണം. ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ദീനീപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് മുന്തിയ പരിഗണന നമ്മൾ കൊടുത്തേ പറ്റൂ. മക്കൾ വഴിതെറ്റാനുള്ള കാരണതാണ്. അത് മദ്രസയോടുകൂടി അവസാനിപ്പിക്കരുത്. മദ്രസ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഒരു 15 or 14 വയസ്സ് വരെയുള്ളൂ. പിന്നീട് +2 തലത്തിൽ പഠിക്കുന്ന കുട്ടികൾ പലപ്പോഴും ഗ്യാങ് കൂടി എല്ലാ ആക്രമണ മേഖലകളിലും വിഹരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? ഓർക്ക് പിന്നെ ദീൻ കിട്ടില്ല, ഒരു ഖുത്ബയും കേൾക്കില്ല, ഒരു മതപഠന ക്ലാസ്സിൽ അവരെത്തില്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾക്കത് നമ്മൾ കൊടുക്കണം. പോരാ, സാമൂഹ്യ സേവനം എന്നുള്ളൊരു ബാധ്യത നമുക്കൊക്കെ ഉണ്ട്. നമുക്ക് നല്ല പെരണ്ട്, നമുക്ക് നല്ല വീടുണ്ട്, നമുക്ക് നല്ല കാറുണ്ട്, നമുക്കെല്ലാ സൗകര്യമുണ്ട്. പട്ടിണി പാവങ്ങൾ നമ്മുടെ ചുറ്റുപാടും പ്രയാസങ്ങളിൽ ജീവിക്കുന്ന സമയത്ത് അവരുടെ കണ്ണീരൊപ്പാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, കഠോരമായ പരീക്ഷണങ്ങൾ വന്നു ചേരും. അതുകൊണ്ട് ചോദിക്കാതെ നിൽക്കുന്ന കുറെ മനുഷ്യന്മാർക്ക് ചോദിക്കാൻ മടിയാണ്. അവർ മിസ്കിന്മാരാണ്. അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷണം ഊട്ടിക്കൊടുക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കണം. അഗതികളെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതം ധന്യമാവാനുള്ള മാർഗമാണ് എന്ന്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾ കാണണം. ഒറ്റയ്ക്ക് ജീവിക്കാൻ നമുക്ക് പറ്റൂല സഹോദരന്മാരെ. കഴിഞ്ഞ ദിവസം ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു സഹോദരന് വാ വളർന്നത് നമ്മൾ കണ്ടു. ഓട്ടുവായ ഇട്ടതാ, അടക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ വരേണ്ടി വന്നു. മൂപ്പർക്കെന്തേ സ്വന്തം കൂട്ടിക്കൂടായിരുന്നോ? നമ്മൾ നിസ്സഹായരാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. എല്ലാത്തിനും എനിക്ക് ഫ്രീഡം വേണമെന്ന് പറഞ്ഞിട്ട് ഫ്രീഡം വാങ്ങിയിട്ട് പെണ്ണുവാണും അങ്ങനത്തെ വയലാണ്. എന്ത് ഫ്രീഡം? കണ്ണിമ വെട്ടുന്ന നേരം പോലും എന്റെ കാര്യം നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതെന്ന് പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം ഇരിക്കുന്നതുകൊണ്ട് എന്ത് ഗ്യാരണ്ടിയാണ് നമുക്കുള്ളത് സഹോദരന്മാരെ? ഓരോ സെക്കൻഡും അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അത് ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങൾ ചുറ്റുപാടും സംഭവിക്കുമ്പോ ചിന്തിക്കണം നമ്മൾ. അതാണ് മക്കൾക്ക് അങ്ങനെയുള്ള റീൽസ് കാണിച്ചു കൊടുക്കൂ. റീൽസ് അങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്, ഉപകാരമുള്ളതും ഉപകാരമില്ലാത്തതും. അതുപോലെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട വിഷയം മക്കൾ കൺകുളിർമ നൽകപ്പെടണമെങ്കിൽ അറിവും ഗവേഷണവും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയും. മരണം വരെ പഠിക്കണം നമ്മൾ. നമ്മുടെ മക്കൾ പഠിക്കണം, നമ്മുടെ ഭാര്യമാർ പഠിക്കണം, കുടുംബിനികൾ പഠിക്കണം. പഠനം എന്നുള്ളത് അവസാനിപ്പിക്കാനുള്ളതല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. അറിവന്വേഷിച്ചുകൊണ്ട് ഒരു മാർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലേക്കുള്ള പാത അള്ളാഹു അവന് ഒരുക്കി കൊടുക്കുന്നതാണ്. സ്വർഗത്തിലേക്കുള്ള റൂട്ടാണ് ഇൽമുൻ നാഫി എന്ന് പറഞ്ഞത്. നമ്മൾ ആ റൂട്ടിൽ സഞ്ചരിക്കണം. വിശുദ്ധ ഖുർആൻ തുടങ്ങുന്ന എങ്ങനെ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അറിവിന്റെ പ്രാധാന്യമാണ് ആ വഹീന്റെ ഒന്നാമത്തെ വചനം. അതുകൊണ്ട് മക്കൾക്ക് ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ ഒരു വസ്തുതത്തിലാണ് നമ്മൾ പോകേണ്ടത്. തീവ്രമായിട്ടുള്ള ഒരു നിലപാടത്തിൽ നമ്മൾ പോകണ്ട, പറ്റ ഉപേക്ഷിക്കാനും വേണ്ട. രണ്ടിനും ഇൻ ബിറ്റ്വീൻ എന്ന് പറയും, ബൈനഹുമ. ഓവറാവണ്ടെങ്കിലും. ഇപ്പൊ ചില ആളുകൾ കാണാം ഒരാഴ്ച പെരുനിസ്കാരമായിരിക്കും, പിന്നെ ഒരാഴ്ച പിന്നെ നിസ്കാരമില്ല. ചെയ്യാൻ പറ്റുന്നതാണ് അള്ളാഹ് പറഞ്ഞത്. ഒരു പെണ്ണിനെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ പറയാ, വല്ലാതെ നിസ്കരിക്കണ പെണ്ണാണെന്ന്. അപ്പൊ റസൂല് അത്തട് പോണ്ട, കുറച്ചാളറിയില്ല, പറ്റണേ പറയുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഖനാഅത്ത്, ഉള്ളതിൽ തൃപ്തിപ്പെടണം. പരാതിപ്പെട്ടികളായി നമ്മൾ മാറരുത്. ചില ആളുകളോടൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ കൊടുക്കും. ഓരോ വല്ല പരാതികൾ പറയാൻ തുടങ്ങും. അള്ളാഹ് ചെയ്യുന്ന നിഅമത്ത് ഒരാളോട് പറയൂല. സഹോദരന്മാരെ, നമ്മളെപ്പോഴും പറയേണ്ടത് അള്ളാഹ് ചെയ്ത നിഅമത്തിനെ കുറിച്ച് ശുക്ർ, അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത്. നന്ദി പ്രകടിപ്പിക്കണം. നമ്മൾ ശുക്ർ പറഞ്ഞുകൊണ്ടേയിരിക്കണം, ശുക്ർ ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ നന്ദി കാണിച്ച അള്ളാഹ് വർദ്ധനവ് തരും. ഇതൊക്കെയാണ് നമ്മുടെ മക്കൾ നമുക്ക് കൺകുളിർമ നൽകാൻ വേണ്ടി നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, നമ്മുടെ മക്കൾ ദുർനടപ്പുള്ള മക്കളായി തീർന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കൂടി ഉത്തരവാദിയാണ്. എന്റെ കുട്ടി വഴിതെറ്റുന്നു അല്ലെ, നമ്മളെ പരിശ്രമങ്ങളൊക്കെ നടത്തിയിട്ടും വഴിതെറ്റുന്നു. അപ്പോ ചില പ്രവാചകന്മാർക്കൊക്കെ അങ്ങനെയുള്ള മക്കളെല്ലാം കൊടുക്കുന്നുണ്ട് പരീക്ഷണമായിട്ട്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം നിർവഹിക്കാത്തതുകൊണ്ട്, നമ്മൾ ശിക്ഷണം കൊടുക്കാത്തതുകൊണ്ട്, തർബിയത്ത് കൊടുക്കാത്തതുകൊണ്ട്, ദീൻ പഠിപ്പിക്കാത്തതുകൊണ്ട് കുട്ടി ദുർനടപ്പുകാരനായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ നമ്മൾ കൂടി ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് മാതാപിതാക്കൾ വീഴ്ച വരുത്താൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ വീഴ്ച വരുത്തരുത്. നമ്മൾ നമ്മുടെ കടമകളും ഉത്തരവാദിത്വങ്ങളും കൃത്യമായിട്ട് നിർവഹിക്കണം. കുറെ കുട്ടികളുണ്ടായിട്ട് കാര്യമില്ല. ഓരോ കൊല്ലം കുട്ടിയാ, ആ കുട്ടിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തമുണ്ട്. കുല്ലുക്കും റാഇൻ വറഅയ്യുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി എന്ന് പറഞ്ഞതാ. നമ്മളൊക്കെ ഭരണാധിപന്മാരാണ്. വീടിന്റെ ഉത്തരവാദിത്തം വാപ്പക്കുണ്ട്. വാപ്പങ്ങനെ പാന്റും സൂട്ടൂട്ടാൻ പോയ പോരാ. മക്കളെ കാര്യം നോക്കണം, ഭാര്യന്റെ കാര്യം നോക്കണം, വീട്ടിലുള്ള കാര്യം നോക്കണം. ഇവരെ ഏതായാലും പുറത്തു പോയിട്ട് നല്ല സൂപ്പർ ഫുഡൊക്കെ കഴിച്ച് മൂപ്പരെ കാര്യം മാത്രം നോക്കും. പറ്റില്ല.
അയാൾക്ക് മക്കളുണ്ടായിട്ടുണ്ട്, ഭാര്യ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വലിയൊരു അമാനത്ത് അയാൾ ഏറ്റെടുത്തിട്ടുണ്ട്. മീസാഖൻ ഖലീദ, ബലിഷ്ഠമായ കരാർ ഏറ്റെടുത്തു. പടച്ചവനോടെ നടത്തി, ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് മക്കളുടെ മതപരമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എന്താ അദ്ദേഹം പറഞ്ഞത്? ഒരാൾ തന്റെ കുട്ടിയെ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാതിരിക്കുകയും അവനെ വെറുതെ വിടുകയും ചെയ്താൽ അവൻ തന്റെ കുട്ടിയോട് വലിയ ദ്രോഹം ചെയ്തിട്ടുണ്ട്. പെർമിസീവ് പാരന്റിംഗ് എന്ന് പറഞ്ഞൊരു ടൈറ്റിലുണ്ട്. മക്കൾ ചോദിച്ചൊക്കെ ചെയ്യാം, എന്ത് പറഞ്ഞാലും കത്തി ചോദിച്ച അർത്ഥമാണെങ്കിൽ ഓക്കെ, പറ്റില്ല. എന്നാൽ മിക്ക കുട്ടികളുടെയും വഴിതെറ്റലിന് കാരണം അവരുടെ മാതാപിതാക്കൾ തന്നെയാണ്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, കുട്ടികൾ ചെറുതായിരിക്കുന്ന സന്ദർഭത്തിൽ അവരെ ശ്രദ്ധിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ നിർബന്ധമായ മതപരമായിട്ടുള്ള കാര്യങ്ങൾ, പ്രവാചകചര്യ, ഇതൊക്കെ പഠിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് അവർ വഴിതെറ്റാനുള്ള കാരണമാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ ഓരോ സമയത്തും സന്ദർഭോചിതമായി പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ആ അറിവ് നമുക്കില്ലേ ചോദിച്ചു പഠിക്കണം. എന്നാൽ ഉക്കാലുണ്ടാക്കാനുള്ള വിവരവും വിരുദ്ധമൊക്കെ നമുക്കുണ്ടല്ലോ. ദീനിന്റെ കാര്യത്തിൽ എനിക്കിച്ചല്ല എന്ന് വെച്ചല്ല. ഒരു 10,000 പുറത്ത് കിട്ടാണ്ട് കാരണം അവിടേക്ക് ഓട്ടോറിക്ഷ എടുത്ത് പോകും, അതിനൊരു വിവരമില്ലായ്മല്ല. എന്നാൽ ദീനിന്റെ കാര്യം എനിക്കറിയില്ല, അറിയില്ല പറഞ്ഞാൽ പരലോകത്ത് പോയിട്ട് അതേപോലെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് മക്കൾക്കിടയിൽ നീതി കാണിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, കുട്ടികളുടെ വൈകാരികവും ഭൗതികവുമായിട്ടുള്ള ആവശ്യങ്ങൾ നിഷേധിച്ചാൽ വാപ്പനോട് വെക്കാതെ പുസ്തകം വേണം, ഭക്ഷണം വേണം, വസ്ത്രം വേണം, ഇതൊക്കെ മക്കൾ വയ്ക്കുമ്പോ ഒന്നും ഇന്ത്യ ഉത്തരവാദിത്തമല്ലാതെ കുട്ടി പ്രായപൂർത്തിയാകുന്നവരെ അതൊക്കെ നോക്കുക എന്നുള്ള വാപ്പന്റെ ഡ്യൂട്ടിയാണ്. അത് നമ്മൾ ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഹുക്മുകൾ, അള്ളാഹുവിന്റെ ഹദ്ദുകൾ, അള്ളാഹുവിന്റെ നിയമങ്ങൾ നമ്മൾ സൂക്ഷിച്ച് ജീവിക്കണം. അതാണ് മിമ്പറിൽ വെച്ച് മുന്നറിയിപ്പ് നൽകപ്പെടുന്നത്. ഇത് ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് നമുക്ക് കൺകുളിർമ എന്നുള്ളത് ഓട്ടോമാറ്റിക്കായി കിട്ടില്ല, അതിന് പണിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും കൺകുളിർമ നൽകുന്ന മക്കളുടെ മാതാപിതാക്കളായി ജീവിക്കാനും അതേപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം തൗഫീഖ് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിലൊക്കെ വന്നുപോയിട്ടുള്ള അബദ്ധങ്ങളും പോരായ്മകളും തെറ്റുകളും അല്ലാഹു അവന്റെ ഫദ്ല് കൊണ്ട് നമുക്കൊക്കെ പുറത്ത് മാപ്പാക്കി തരട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് توفنا مسلما والحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على محمد وعلى آله وصحبه